ഫ്രണ്ട്സ്, വെൽക്കം ടു റൈഡർ പ്രോ ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തുടർച്ചയായി നമ്മൾ ഇവിടെയുള്ളത് KR മാർക്കറ്റാണുള്ളത്. KR മാർക്കറ്റിൽ ആക്ച്വലി പല തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് വളരെ വൃത്തികെട്ട ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ഈ ഒരു ഫ്ലവർ കുറച്ച് കാലത്തേക്ക് നമുക്ക് ആ ഫ്ലവറിൻ്റെ ആ ബ്യൂട്ടി ഒന്ന് കാണാം. നിങ്ങളെല്ലാവരും തേനീച്ചയെ പോലെ അല്ലെങ്കിൽ പൂമ്പാറ്റയെ പോലെ ഇരുന്നാൽ മതി. നല്ലൊരു ഫ്ലവേഴ്സ്, ഇങ്ങനെ ഒരു ഫ്ലവറിൻ്റെ ഒരു വിസ്മയം നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല. രാവിലെ ഒരു മണിക്കൂറോളം 2 മണിക്കൂറോളം KR മാർക്കറ്റിൽ കാണാൻ പറ്റുന്ന ഒരു വിസ്മയമാണിത്. അപ്പോൾ സാധാരണഗതിയിൽ ഇതിൻ്റെ ചുറ്റുവട്ടത്തെല്ലാം പുറത്തെ കാഴ്ചകളും വളരെ വൃത്തിഹീനമായിരിക്കും. പക്ഷേ ഞാൻ ഈ ഫ്ലവർ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. കാരണം ഫ്ലവറിൻ്റെ ഭംഗി എന്താണ്, മനം കുളിർപ്പിക്കുന്ന ഒരു ഭംഗിയാണ്. പക്ഷേ അതിൻ്റെ പ്ലേസ്, അതായത് ലൊക്കേഷനൊന്നും അത്ര ശരിയല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് ഈ ഫ്ലവറിനെ പറ്റിയിട്ട് മാത്രമാണ് കുറേയൊക്കെ. കാരണം KR മാർക്കറ്റിലെ വസന്തം എന്നൊക്കെ പറയാം. അപ്പോൾ രാവിലെ ഒരുപാട് ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്നും പിന്നെ കർണാടകത്തിൻ്റെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് ആൾക്കാർ പച്ചക്കറികളും പിന്നെ പഴങ്ങൾക്കുമൊപ്പം ഈ ഫ്ലവറും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള അമ്പലങ്ങളിൽ ഫ്ലവർ വേണം. അമ്പലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് അമ്പലങ്ങളുണ്ട് കർണാടകത്തിലെ ഈ ബാംഗ്ലൂർ സിറ്റിയിൽ തന്നെ. അപ്പോൾ തുളസി ചെപ്പ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് കുറേ തുളസി ചെപ്പുണ്ട്, തുളസി ഇല. അപ്പോൾ അതും ഇതുപോലുള്ള ഫ്ലവേഴ്സുമാണ് അമ്പലങ്ങളിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഒരു IT കമ്പനി, IT ഫേംസ്, പിന്നെ അതേപോലുള്ള ഓഫീസുകളിൽ ഈ ഒരു ഫ്ലവേഴ്സ് വിസിറ്റേഴ്സിൻ്റെ അലങ്കാരമായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പോലെയൊക്കെയുള്ള കല്യാണങ്ങളിലും അല്ലെങ്കിൽ ഈ ഒരു സിറ്റിയിൽ തന്നെയുള്ള കന്നഡ പ്രകാരമായുള്ള എല്ലാ ചടങ്ങുകൾക്കും ഈ ഫ്ലവറിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫ്ലവർ ഈ ഒരു സമയത്ത് ഒരുപാട് വിൽപ്പന നടത്തുന്നുണ്ട്. കോടികളുടെ വിൽപ്പനയൊക്കെ ഈ ഒരു ഫ്ലവർ കാരണം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആൾക്കാർ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ഇതിനൊക്കെ 200-300 രൂപയാണ് വില ഈ ഒരു ബൊക്കക്ക്. അപ്പോൾ അതേപോലെ പല രീതിയിലുള്ള ഫ്ലവേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഫ്ലവർ വാങ്ങുന്നത് 200 രൂപ, 100 രൂപ, 500 രൂപ, അതേപോലെ 1000, 1500, 2000, 2500 അങ്ങനെയൊക്കെ റേറ്റാണ് ഇവിടുത്തെ പൂവിനുള്ളത്. അപ്പോൾ ആൾക്കാരുടെ വ്യാപ്തിക്കനുസരിച്ച്, അതായത് വലിയ ഫേമാണെങ്കിൽ നല്ല വലിയ റേറ്റ് കൂടിയത് വാങ്ങും, മീഡിയം ഫേമാണെങ്കിൽ മീഡിയം റേഞ്ചിൽ വാങ്ങും, ലോവർ ഫേമാണെങ്കിൽ ലോ ലെവലിൽ വാങ്ങും. അങ്ങനെയുള്ള റേഞ്ചിലാണ് ഇവിടുത്തെ പൂ വിൽപ്പന നടത്തുന്നത്. ഒരുപാട് ആൾക്കാർ വന്ന് ഡെക്കറേഷനും പിന്നെ പാർട്ടി ഹാളിനും പിന്നെ മാരേജ് ഹാളിനും അതേപോലെ ഈ 5 സ്റ്റാർ ഹോട്ടൽ, 7 സ്റ്റാർ ഹോട്ടൽസിൻ്റെ ഡെക്കറേഷൻസിനുമൊക്കെ ഈ ഒരു ഫ്ലവേഴ്സ്, ഇവിടെ നിന്നുള്ള ഫ്ലവേഴ്സ് പോകുന്നുണ്ട്. അതോടൊപ്പം ചില പ്രദേശങ്ങൾ, അതായത് കേരളം പോലുള്ള ചില പ്രദേശങ്ങളിൽ ഈ ഒരു ഫ്ലവേഴ്സ് ബസ് വഴി അയച്ച് അവിടെയും ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാം. അങ്ങനെ ഒരുപാട് ബിസിനസ് ടൈം ഇവിടെ നടത്തുന്നുണ്ട്. കാരണം ഇത് ഒരു മണിക്കൂർ മാത്രമേ ഉള്ളൂ, പിന്നെ അത് മാറും. അത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ഒക്കെ ഫ്രീ ആകുമെന്ന് പറഞ്ഞാൽ മറ്റു തലം പച്ചക്കറി, അത് ഫ്രൂട്ട് അതേപോലെങ്ങളിലേക്ക് വരും. കാരണം സാധാരണഗതിയിൽ ഫ്രൂട്ട്സും പച്ചക്കറിയാണ് അവിടെ പോവുക. കാരണം ഒരുപാട് ആൾക്കാർ വന്ന് പോകുന്ന ഒരു സ്ഥലം. ഇതിൻ്റെ അപ്പുറം തന്നെ വെജിറ്റബിളും ഫ്രൂട്ട്സും ഉണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുണ്ട്. പിന്നെ സിവിൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിൻ്റെ എല്ലാം ഹോൾസെയിൽ റേറ്റിന് അപ്പുറം ഇപ്പുറം എല്ലാം കിട്ടുന്നുണ്ട്. ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ എല്ലാം കിട്ടുന്നുണ്ട്. വെഹിക്കിൾസിൻ്റെ പാർട്സ്. അപ്പോൾ അതിൻ്റെ അടക്കാണ് ഈ ഒരു ഫ്ലവറിൻ്റെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണുന്നത്. അത് 1 മണിക്കൂർ മാത്രം. ഈ സൂര്യകാന്തിക്ക് വാടിപ്പോയി. പിന്നെ ഇതൊക്കെ കുറച്ച് പഴയ പൂവുകളാണെന്ന് തോന്നുന്നു. എങ്കിലും പൂവിൻ്റെ മനോഹാരിത ഒന്നും നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ ഇത് ഒന്ന് ആസ്വദിക്കുക. ഇതെല്ലാം വെറൈറ്റി ടൈപ്സ് പൂവുകളാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ പല റേഞ്ചിലുള്ള വെറൈറ്റികളുള്ള പൂവുകളും പിന്നെ ചെടികളുടെ ഇലകളും നമുക്ക് കിട്ടുന്നുണ്ട് അലങ്കരിക്കാൻ വേണ്ടി. ഇവിടെ ആക്ച്വലി മൾട്ടിനാഷണൽ സിറ്റി എന്നൊക്കെ പറയും. ഇത് IT ഹബ്ബ് എന്നൊക്കെ പറയും. പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ സാധാരണ കന്നഡക്കാർ തന്നെയാണ്. അവരുടെ ജീവിത രീതി എന്ന് പറഞ്ഞാൽ പഴയ രീതി തന്നെയാണ് അവരെ അവലംബിച്ച് പോകുന്നത്. അല്ലാണ്ട്
പുതിയ കൾച്ചറല്ല അവർ അവലംബിക്കുന്നത്. അപ്പോൾ എല്ലാ ചടങ്ങുകൾക്കും, നല്ല ചടങ്ങുകൾക്കും പൂവിൻ്റെ സാന്നിധ്യമുണ്ട്. പ്രത്യേകിച്ചും പൂജ അതേപോലുള്ള വിശിഷ്ടമായ പ്രവൃത്തികൾക്ക്. അപ്പോൾ ഈ ഒരു ദൈവഭക്തിയുടെ കാര്യത്തിൽ ഇവരെ വെല്ലാനൊന്നും ആർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പൂവ് നിർബന്ധമാണ്. അതാണ് ഈ ഒരു ബിസിനസ്സിൻ്റെ മെയിനായിട്ടുള്ള ആകർഷണം. അപ്പോൾ ഒരുപാട് ഫ്ലവേഴ്സ് പല രീതിയിലുള്ള, പല തരത്തിലുള്ള, പല കളർഫുള്ളായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ ഇനിയും ഒരുപാട് കാണാനുണ്ട്. ഇതൊക്കെ ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ കോളേജ്, സ്കൂൾ കുട്ടികൾക്ക് കാമുകൾക്കും ഈ റോസാപ്പൂവിനെ എല്ലാം അത്യാവശ്യമാണ്. അതൊക്കെ അവരൊക്കെ ഇവിടെ നിന്ന് വന്ന് വാങ്ങുന്നുണ്ട്. ഓരോ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇതുപോലുള്ള വ്യത്യസ്തമായ ഇലകൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മാറ്റുകൂട്ടുന്നത്. സൂര്യകാന്തിയുടെ ആ ഭംഗി ഈ ഒരു സിറ്റിയിൽ നമുക്ക് മറക്കാൻ കഴിയില്ല. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് പൂവുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു സീസൺ കഴിഞ്ഞാൽ, ഈ ഒരു ടൈം കഴിഞ്ഞാൽ, ഒരു 1.5-2 മണിക്കൂർ കഴിഞ്ഞാൽ ഇവർ ഈ പൂവൊക്കെ തിരിച്ചു കൊണ്ടുപോകും. പിന്നെ അവരെ ചെയ്തതെന്ന് വെച്ചാൽ, പിന്നെ ഒരു പുതിയ ടീം വന്ന് അവിടെ ബിസിനസ് നടത്തുകയാണ്. ബിസിനസ് പറഞ്ഞാൽ പഴത്തിൻ്റെയും പിന്നെ പച്ചക്കറി അതേപോലുള്ള ഹൗസ് ഹോൾഡ് ഐറ്റംസിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തും. ഇതാണ് ഈ ഒരു മാർക്കറ്റ് എന്ന സിറ്റി. കണ്ട പൂച്ചെടികളൊക്കെ, ഇതൊക്കെ ഒരു അലങ്കരിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ്. ഇങ്ങനത്തെ കാർഡ് പോലെ ഓട്ടോൻ്റെ പുറത്ത് വെച്ചിട്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൊണ്ടുപോകും. ഇതാണ് ഇതിൻ്റെ സിറ്റുവേഷൻ, ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഇത് 24 hours വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഇത് ക്ലീൻ ആക്കാനുള്ളൊരു സിറ്റുവേഷൻ കിട്ടുന്നില്ല. എങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ ക്ലീൻ ആക്കും എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പൂവുകളും പിന്നെ ഇങ്ങനെ ഒരു വേസ്റ്റുകളും ഒക്കെ അവിടെ നിറഞ്ഞെടുക്കുകയാണ് മാർക്കറ്റിൽ. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ക്ലീൻ ആക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് 24 hours ക്ലീൻ ആക്കുന്നുണ്ട്. ഒരു കുറച്ച് സമയം മാത്രമേ ഇങ്ങനെ അൺക്ലീൻഡായി കിടക്കുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് പൂവുകളുള്ള ഒരു അടിപൊളി പ്രദേശം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സൂര്യകാന്തിയുടെ കാന്തി എന്നൊക്കെ പറയാം. അപ്പോൾ ഏകദേശം നമ്മുടെ വീഡിയോ ഇവിടെ തീരുന്നില്ല. പക്ഷേ എങ്കിൽ പൂവുകളുടെ ഈ ഒരു വസന്തം നമ്മളിവിടെ നിർത്തുകയാണ്. കാരണം അത് കണ്ടെങ്കിൽ ഇതൊക്കെ ബ്രൈറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ബൊക്കകളായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. തീരാനായില്ല, കുറച്ചും കൂടി ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പൂവുകളുണ്ട്. നമുക്ക് അത് ഒരു സമയം കഴിഞ്ഞ് മാത്രം വിടരുന്ന പൂവ്, അത് വിടർന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. ഇതൊക്കെ വെറൈറ്റിയാണ് ഇവിടേക്ക്. ഇവിടേക്ക് വന്നാൽ ഒരു മോർണിംഗ് ഒരു പ്രത്യേക വൈബായിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ അപ്പുറത്ത് ഫ്രൂട്ട്സിൻ്റെ തിരക്ക്, പിന്നെ വെജിറ്റബിൾസിൻ്റെ തിരക്ക്, ഈ പൂവിൻ്റെ തിരക്ക്, അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ബുക്കുകളായി, ഹൗസ് ഹോൾഡായി, തുണികളായി, അങ്ങനെയുള്ള കുറേ ഇലക്ട്രോണിക് ഐറ്റങ്ങളായി, അങ്ങനെയുള്ള കുറേ സംഗതികളിലേക്ക് ഈ ഒരു ഏരിയ മാറും. വ്യത്യസ്തമായ പൂവുകൾ വിവിധ തരത്തിലേക്ക് അലങ്കരിച്ചിരിക്കുന്ന ഒരു പകൽ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ ഒരു രാവിലെ 5 മണി തൊട്ടിട്ട് ഒരു 7-7 വരെ കാണാൻ പറ്റുക. ചെടികളും ഇലകളും കൊണ്ടുള്ള ഒരു മായാചല വർണ്ണവിസ്മയം. ഒരുപാടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഈ ഒരു ഇടക്കാലത്ത് ഇത് കുറച്ച് കുറഞ്ഞു പോയോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം മുന്നൊക്കെ ഒരുപാട് ഫ്ലവേഴ്സ് വിൽക്കുന്ന ഒരു സംഭവങ്ങളാണ്, ഒരു ഏരിയ ആണിത്. പിന്നീടെന്ന് വെച്ചാൽ ഇത് തമിഴ്നാടിനടുത്ത് ഒസൂർ അതേപോലെയുള്ള സ്ഥലങ്ങളിൽ, കൃഷ്ണഗിരി, അതിൻ്റെ അടുത്തുള്ള ഒരു ടൗണാണ് ബാംഗ്ലൂർ. അതുകൊണ്ട് തന്നെ ഒരുപാട് ബിസിനസ്സും കമ്പനീസും ഉള്ള ഒരു സ്ഥലം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പച്ചക്കറിയായിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വരിക, ഈ ഒരു മാർക്കറ്റിലേക്ക്. പച്ചക്കറി മാത്രമല്ല, പൂവുകളും പച്ചക്കറികളും മറ്റുള്ള പ്രൊഡക്റ്റുകളൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ ഇങ്ങനെ കാണുന്നത്. അതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള പൂവുകളാണ്. അപ്പോൾ നമുക്ക് പൂവിൻ്റെ ഒരു വിസ്മയം ഇവിടെ തീർക്കാൻ നമുക്ക് പല കാഴ്ചകളും കാണാനുണ്ട്. അങ്ങനെ ബസ്സുകളൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് പല രീതിയിലൊക്കെ പോവുകയും. പിന്നെ അതേപോലെ ഇവരൊക്കെയാണ് ഇനി ഭരിക്കുക ഈ ഒരു ഏരിയ. കാരണം കരിമ്പിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും പിന്നെ ചായ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ അവർ ഭരിക്കും. അതാണ് ഈ ഒരു സിറ്റിയുടെ പ്രത്യേകത.
അപ്പോൾ നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ അങ്ങനെ നമ്മളിത് കാണുന്നത് സിറ്റി മാർക്കറ്റിൽ നിന്ന് എം ജി റോഡിലേക്ക് പോകുന്ന വഴിയാണ്. എം ജി റോഡ് എയർപോർട്ട് അതേപോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന റോഡാണ്. ഇവിടെ എന്ന് വെച്ചാൽ ഷോപ്പൊന്നും ഓപ്പൺ ഇല്ല, ഇതെല്ലാം ഗുഡ്സ് കാരേജസ് ആണ്. കാരണം വെച്ചാൽ ഒരുപാട് ഷോപ്സുകളൊക്കെ ഉണ്ട് ഇവിടെ, മാർക്കറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഫോറസ്റ്റ് അത് പാർക്കാണ്. കാരണം ഇവിടെയുള്ള ബിസിനസ് തിരക്കുകളിൽ പാർക്കുകളിലൊന്നും പോകാൻ സമയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയൊരു കാടായി മാറിയിരിക്കുന്നത്. പിന്നെ അത് അത്ര വൃത്തിയില്ല, കുറച്ച് വേസ്റ്റുകളൊക്കെ അവിടെയുണ്ട്. വേസ്റ്റുകൾ അത്ര വലിയ വേസ്റ്റുകളൊന്നുമില്ല, എന്നാൽ അങ്ങനെ നമ്മൾ ഈ ഒരു മാർക്കറ്റിൻ്റെ ഒരു സൈഡിലേക്ക് കൂടി, ഈ ഒരു മാർക്കറ്റിലേക്ക് ഉള്ളിലേക്ക് കൂടി പോയാൽ കമ്പ്യൂട്ടർ ഐറ്റംസ് കാണാൻ പറ്റും. പിന്നെ കേരളത്തിൽ നിന്നുള്ള ബസ്സുകളൊക്കെ അധികം ഇവിടെ വന്ന് നിർത്തുകയും ചെയ്യും. ഈ ഒരു ജംഗ്ഷനിൽ പ്രൈവറ്റ് ബസ്സുകൾ, അതായത് ലക്ഷറി ബസ്സുകളൊക്കെ ഈ ഒരു മുന്നിൽ രാവിലെ 7 മണിക്കുള്ളിലായിട്ട് ഈ ഒരു ജംഗ്ഷനിൽ നിർത്തുകയും ചെയ്യാം അത്യാവശ്യം. അതേപോലെ തമിഴ്നാട് ഹൊസൂറിലേക്കെല്ലാം പോകുന്ന ബസ്സാണത്. അത് സിറ്റി സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് വരുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പോൾ വളരെ കുറഞ്ഞ തിരക്കുകൾ മാത്രമേ ഉള്ളൂ രാവിലെ 7 മണി സമയത്ത്. കാരണം എല്ലാവർക്കും പോകേണ്ട തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന ആ ബിൽഡിങ്ങാണ് ടൗൺ ഹാൾ. അത് വളരെ പഴയ ഒരു ബിൽഡിംഗ്. അപ്പോൾ അതും നല്ല മനോഹരമാണ് ഈ ഒരു സിറ്റീൻ്റെ കാഴ്ചകളിൽ. അപ്പോൾ നമ്മൾ നേരെ തിരിച്ചിട്ട് മൈസൂർ റോഡിലേക്ക് തന്നെ പോവാണ്. അവിടെ അങ്ങ് ദൂരമൊന്നും പോകുന്നില്ല, നമ്മൾ തിരിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ വരിക ചെയ്യുക. കാരണം എന്തൊക്കെയാണ് മാർക്കറ്റിൽ സംഭവിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സമയത്തെന്ന് വെച്ചാൽ ഇവിടെ ഷോപ്പുകളൊക്കെ ഓപ്പണായി വരുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് മുന്നിൽ ഇവിടെയുള്ള ടീ, പിന്നെ എന്താണ്, ചില ഷോപ്പുകളൊക്കെ ഓപ്പണാവും. പിന്നെ ചായ, അതേപോലുള്ള സ്നാക്സ്, പിന്നെ ഫ്രൂട്ട്സ്, അതെല്ലാം ഇപ്പോൾ ചെറുങ്ങനെ ഓപ്പണായി വരും. അതേപോലെ ലോക്കൽ ചില്ലറ വെജിറ്റബിൾ മാർക്കറ്റ്സ്, അതൊക്കെ ഇതിനുള്ളിൽ കുറേ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫ്ലൈ ഓവർ മാർക്കറ്റിലെ തിരക്ക് ഒഴിഞ്ഞു പോകാനുള്ള ഒരു ഫ്ലൈ ഓവറാണ്. അത് നേരെ എത്തുന്നത് മൈസൂർ റോഡിലേക്ക് കൂടി തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് കൂടി പോലെ ട്രാഫിക്കൊന്നും ഉണ്ടാവില്ല. പക്ഷേ താഴെ നമ്മളീ പോകുന്ന റൂട്ടിൽ കൂടി പോകുന്ന ഒരുപാട് ട്രാഫിക് സിഗ്നലൊക്കെ ഉണ്ട്. ഒന്ന് ഞെങ്ങി പോകേണ്ടി വരും. അതാണ് ഈ റോഡിലേക്കുള്ള കാഴ്ചകൾ. അപ്പോൾ ഇതാണ് ബാംഗ്ലൂർ ഏറ്റവും ഫസ്റ്റ് ആദ്യത്തെ ഫ്ലൈ ഓവർ. അപ്പോൾ ഇതിന് ശേഷം മാത്രമേ ഫ്ലൈ ഓവർ ബാക്കി എല്ലായിടെയും വന്നില്ല. കാരണം അന്നത്തെ കാലത്ത് ബാംഗ്ലൂർ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ജംഗ്ഷനിൽ കുറേ ആൾക്കാർ ബസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര തിരക്കും പിന്നെ മറ്റും ഇതൊക്കെയായിരുന്നു. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടി ആണ് ഫ്ലൈ ഓവർ ഉണ്ടാക്കിയത്. അത് ഒരുപാട് സേവ് വന്നിട്ടുണ്ട് ഈ ഒരു മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മൈസൂരിലേക്കുള്ള യാത്രയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് പോയാൽ നമുക്ക് വേഗത്തിൽ മൈസൂരോട് പിടിക്കാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ മാർക്കറ്റിൻ്റെ അടിയിലേക്ക് കൂടി, ഇതൊക്കെ പഴയൊരു സംഭവങ്ങളാണ്. ഇപ്പോൾ ഒരുപാട് അപ്ഡേറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ബസ് സ്റ്റാൻഡൊക്കെ ഇവിടെ ഇപ്പോൾ വന്നതാണ്. ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്നു മുന്നേ, അപ്പോൾ അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നന്നായി ക്ലിയറൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഇതിൻ്റെ അവസ്ഥ കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ മൂക്ക് പൊത്തും. കാരണം ഒരുപാട് ക്ലീനും കുറേ ഡെവലപ്പും ഒക്കെ ഉണ്ട്. കാരണം ഒരുപാട് കണ്ടോ ഇത് ഇലകളൊക്കെ എന്ന് വെച്ചാൽ പൂജയ്ക്കുള്ള വസ്തുക്കളാണ്. അതാണ് അമ്പലത്തിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള കുറേയേറെ കാര്യങ്ങൾ. ഇന്നും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ജംഗ്ഷനിലൊക്കെ കണ്ടോ ആൾക്കാർ ഈ മാവിലൊക്കെ ഇവിടെ ഭയങ്കര പ്രാധാന്യമാണ്. കാരണം പൂജയ്ക്കെല്ലാം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മാവില, വേപ്പ്, പിന്നെ തുളസി, അങ്ങനെയുള്ളത്. അപ്പോൾ ഇവിടുന്ന് നല്ല കച്ചവടം നടക്കുന്ന ഒരു ഏരിയ. മാവിലൊക്കെ നല്ല റേറ്റുമാണുള്ളത്. അപ്പോൾ നാട്ടിൽ നിന്ന് കൊത്തിയ മാവിലുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വിറ്റാൽ നല്ല റേറ്റ് കിട്ടും. അങ്ങനെ നമ്മൾ റൈറ്റിലേക്ക് എടുക്കുകയാണ്. മുന്നിലേക്ക് പോയാൽ സ്ട്രേറ്റ് മൈസൂരോട് പോകും. അപ്പോൾ നമ്മൾ പോകുന്നില്ല. അപ്പോൾ ഇവിടെ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്നു. പിന്നെ അതോടൊപ്പം ഭക്ഷണയോഗ്യമായ സാധനങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ. അപ്പോൾ അതിഗംഭീരമായ ബിസിനസ് മാർക്കറ്റ് ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ ഇനിയും പല സൈഡും കാണാനുണ്ട്. ഈ ഒരു ഫ്ലവർ മാർക്കറ്റുകൾ ഒരു അരമണിക്കൂറിനെല്ലാം മാറും. എല്ലാം മാറി ഒരു സാധാരണ ഒരു ഫ്രൂട്ട്സ് മാർക്കറ്റ് പോലെ ആവും ഇത്, ലോക്കൽ ഫ്രൂട്ട്സ്. അപ്പോൾ
അങ്ങനെയൊക്കെയാണ് മാറുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു റോഡിൽ പ്രത്യേകതകളും. അപ്പോൾ ഇതിങ്ങനെ 24 hours ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്നത്. അപ്പോൾ കണ്ടോ, ഫ്ലവേഴ്സുകളൊക്കെ കുറേയേറെ മാറി, കുറേയേറെ എടുത്തുകൊണ്ടൊന്നും തിരക്കില്ല. ഈ ഓട്ടോയിലൊക്കെയാണ് കയറ്റി കൊണ്ടുപോകുക, കാരണം ഗോഡൗണിൽ കൊണ്ട് സ്റ്റോക്കേജ് ചെയ്യാം. അപ്പോൾ നാളെ പിന്നെയും എടുക്കും. അങ്ങനെയൊക്കെയാണ് നടത്തുന്നത്. അപ്പോൾ ഇതോടൊക്കെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീണ്ടും കാണാം പുതിയ വിശേഷങ്ങളുമായി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വിത്ത് ലവ് ഫ്രം റൈഡർ പ്രോ. അപ്പോൾ ഫുള്ളായിട്ട് കാണാം. മാർക്കറ്റിൻ്റെ പൂവിൻ്റെ ഒരു വിൽപ്പനയുടെ അന്ത്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഘട്ടത്തിലേക്ക്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.